നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്ത് സഹായിക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും കൂടി ചെയ്യണം. ഇന്ന് നമ്മൾ നിങ്ങളെല്ലാവരും പറഞ്ഞ ആ ഒരു കൊറിയൻ ഡ്രാമയായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് നമ്മളെ ചാനലിൽ ഒരു കൊറിയൻ ഡ്രാമ ഇടുന്നത്. നമ്മൾ ചൈനീസുകാരാണല്ലോ, അതുകൊണ്ട് തന്നെ കൊറിയനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. എന്നാലും നമ്മൾ ആദ്യം ഇടുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്കുണ്ട്, നിങ്ങൾക്കും അതേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ ഇത് ഇടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാമെന്ന്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ ക്ഷമിക്കുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യം ക്ഷമിക്കണം. അപ്പം നമ്മൾ സ്റ്റോറീനെ കൊണ്ട് ഒന്നും അധികമായിട്ട് പറയുന്നില്ല, ഒരു കാര്യം മാത്രം പറയുക, ഒരു അടിപൊളി റൊമാൻറ്റിക് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. കേസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പം അധികം ഒന്നും പറയേണ്ട, ഐശ്വര്യമായിട്ട് നമ്മളെ ഫസ്റ്റ് കൊറിയൻ ഡ്രാമയിലേക്ക് നമുക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിലെ നമ്മൾ കാണുന്നത് ഒരു വോയിസ് ഓവർ ആയിരിക്കും. അതിലാണെങ്കിൽ പറയും, നമ്മൾ ഈ ഒരു കൊറിയയില് ഒരുപാട് വുമണും മെന്നും ഒക്കെ ഉണ്ട്. അവരാണെങ്കിൽ ഡേറ്റിങ് ചെയ്യുന്നുണ്ട്, ചെയ്യാത്തവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അവരെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ ഒന്നും നമുക്ക് അറിയില്ല. ഇതൊക്കെ മനസ്സിലാക്കേണ്ടിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, അവരിങ്ങനെ ഡേറ്റ് ചെയ്യുന്നുണ്ടാവോ, അവർക്ക് ഇങ്ങനെ ഡേറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ. നമ്മുടെ നാട്ടിലും ഉണ്ടാവില്ലേ, ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ന് ചോദിക്കാൻ നിനക്ക് ഇങ്ങനെ ലവർ ഉണ്ടോന്നല്ലേ. മീൻസ് എല്ലാവരും അല്ല, എന്നാലും ഒട്ടുമിക്ക ആൾക്കാരും, എനിക്കറിയുന്ന ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുപോലത്തെ ഒരു ക്യൂരിയോസിറ്റി. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ 6 ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. അവർ 6 ആൾക്കാരിൽ ഒരാൾ നമ്മളെ നായകനും ഒരാൾ നമ്മളെ നായികയായിരിക്കും. അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ട് അങ്ങ് തീർക്കുന്നില്ല, കഥ എങ്ങനെയാണോ ഒഴുകി പോകുന്നത് നമുക്ക് അതിനനുസരിച്ചിട്ട് പോകാം കേട്ടോ. ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. ഇവനാണ് പാർക്ക് ജുവാൻ വൺ, ഇവനാണ് നമ്മളെ നായകൻ. നമുക്ക് ഇവനെ പാർക്ക് എന്ന് വിളിക്കാട്ട. ഇവനാണെങ്കിൽ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഇവനാണെങ്കിൽ ഒരു ആർക്കിടെക്ചർ ആണ്. അത് മാത്രമല്ല ഇവന് 33 വയസ്സുണ്ട്. അടുത്തതാണ് നമ്മളെ നായികയായിട്ട് ലല്ലി. അവളെ കഥ പറയാനെന്ന് വെച്ചാൽ അവൾക്ക് 29 വയസ്സാണുള്ളത്. ആളൊരു മാർക്കറ്റർ ആണ്. മാർക്കറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും മാർക്കറ്റിംഗ് ചെയ്യൂലേ, അങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും. അടുത്തതെന്ന് വെച്ചാൽ ചോയ് ആയിരിക്കും. ഈ ഒരു ചോയ് നമ്മളെ പാർക്കിന്റെ കസിൻ ആയിരിക്കും. അടുത്ത് കാണുന്നത് നമ്മളെ റിൻ ആയിരിക്കും. റിൻ എന്ന് വെച്ചാൽ നമ്മളെ ചോയിന്റെ ഗേൾ ഫ്രണ്ടും ആയിരിക്കും. അവക്കങ്ങനെ പ്രത്യേകിച്ചൊരു ജോലിയൊന്നുമില്ല, ഏത് ജോലി കിട്ടിയാലും അവൾ ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അതുപോലെ തന്നെ ജിയോ എന്ന് പറയുന്നത് ഒരു ജിം ടീച്ചർ ആയിരിക്കും. ഇവക്കാണെങ്കിൽ ഒരുപാട് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇവളെ ഏത് റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാലും അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ട് വരുന്ന ഒരു കൂട്ടെന്ന് പറയില്ല, അതായത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്ന ഒരു കൂട്ടെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും. ഇവക്കാണെങ്കിൽ എല്ലാവരുമായിട്ട് ഡേറ്റിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അത് അവർക്ക് നടക്കുകയില്ല. 1-2 ദിവസം മാക്സിമം അത്രയായിരിക്കും പോകുന്നുണ്ടാവുക. അവസാനമായിട്ട് കാണുന്നത് ഒരു നോവലിസ്റ്റിനെ ആയിരിക്കും. ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരിപ്പം പറഞ്ഞിട്ടില്ലേ നമ്മൾ ഡേറ്റിംഗ് ചെയ്യുന്ന ആരാണ് എന്നാണ്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത 6 കുരുപ്പങ്ങളായിരിക്കും. ഈ 6 കുരുപ്പങ്ങൾ വേറൊരു ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പരസ്പരം ഇവരെല്ലാരും ഒരേ ടൈം ആയിരിക്കും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്നും വേറൊരാൾക്കാരെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെങ്കിൽ എല്ലാന്ന് ഈ ഒരു ഇന്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരിക്കും. ഈ ഒരു കാര്യം ഇവർ ചോദിക്കുന്ന ടൈം ഈ ഒരു ഇന്റർവ്യൂവിന് വിളിച്ച ആൾക്കാരും ഒന്നും മറുപടി കൊടുക്കുന്നുണ്ടാവില്ല. ഇവർ പരസ്പരം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓരോരുത്തരായിട്ട് അതിന് ആൻസർ പറയണം. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. ഒരു ഇന്റർവ്യൂവിന്റെ ബിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഓരോരുത്തരും നടന്നിട്ട് പോകുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ ജിയോനെ ആയിരിക്കും. ജിയോന് പോയ വഴി അവളെ പിന്നാലെ തന്നെ നമ്മളെ റിന്ന് വരുന്നുണ്ടാവും. റിന്ന് നേരെ ചോയിന്റെ അടുത്തായിരിക്കും പോകുന്നുണ്ടാവുക. അത് മാത്രമല്ല അവര് പോകുന്ന വഴിക്കായിരിക്കും നമ്മളെ കാങ് നിൽക്കുന്നുണ്ടാവുക. കാങ് ആണെങ്കിൽ നമ്മളെ ലീക്ക് വേണ്ടിയിട്ടായിരിക്കും കാത്തു നിൽക്കുന്നുണ്ടാവുക. ഇവര് രണ്ടാളും പോകുന്ന കാര്യം നമ്മൾ പാർക്കും കാണുന്നുണ്ടാവും. ഇവരെല്ലാം പേരും മുഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്നറിയാം. നമ്മളെ ചൈനീസുകാരെ പോലെയല്ല ഇവർ, ഏകദേശം എല്ലാവരും ഒരുപോലെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം കേട്ടോ. ഒരു വിഷ്വൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ പരസ്പരം ഇന്റർവ്യൂ കൊടുക്കുന്ന കാര്യം ഇവർക്ക് തന്നെ അറിയില്ല എന്നുള്ള കാര്യം. അതായത് പരസ്പരം അറിയില്ല എന്നുള്ള കാര്യം. ഇവിടെ ആയിരിക്കും നമ്മളെ ഡ്രാമയുടെ പേര് എഴുതി കാണിക്കുന്നുണ്ടാവും, ലവ് സ്ട്രക്ക് ഇൻ ദ സിറ്റി എന്ന് പറഞ്ഞിട്ട്. ലവ് സ്ട്രക്ക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡീപ്പായിട്ട് പ്രണയത്തിൽ വീണ് പോകൂലേ, അങ്ങനത്തെ ഒരു അർത്ഥമായിരിക്കുക. അതായത് ഒരു സിറ്റിയിൽ നടക്കുന്ന ഡീപ്പായിട്ടുള്ള ഒരു പ്രണയത്തിനെ കൊണ്ടാണ് ഈ ഒരു കഥ പറയുന്നതെന്നാണ് ഈ ഒരു ഹെഡിങ്ങിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എപ്പിസോഡ് ആയതുകൊണ്ടാണ് കുറച്ച് ഡീപ്പായിട്ട് പറയുന്നത്. അടുത്ത എപ്പിസോഡ് കൂടിയിട്ട് നമുക്ക് സ്പീഡിൽ പറഞ്ഞിട്ട് തീർക്കാട്ടോ. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ തന്നെ പോകുന്നത് കൊണ്ട് ഒരാളാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും. ഇവർ പരസ്പരമുള്ള ചോദ്യം ചോദിക്കലായിരിക്കും. അതിൽ വരുന്ന ചോദ്യമായിരിക്കും ഇവരെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കൊണ്ട്. ഓരോരുത്തരാണെങ്കിൽ നന്മ മരം ചമയുന്നുണ്ട്. അവർക്ക് നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, നമ്മളിങ്ങനെ ഇന്റിമേസി ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെ നോക്കാം പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ നമ്മൾ ലീ ആണെങ്കിൽ പറയും അവക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതേ
ടൈം പാർക്കും പറയുന്നുണ്ടാവും. പെട്ടെന്നായിരിക്കും അവളൊരു പാസ്റ്റ് കാണിക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ എന്നായിരിക്കും ഈ ഒരു പാർക്കും ലീയും പണ്ടേ റിലേഷൻ ആയിരിക്കെ. ആ ഒരു കാര്യം നമുക്കറിയില്ല, നമുക്കിപ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. അവരാണെങ്കിൽ ആ ഒരു പ്രണയിക്കുന്ന ടൈം അത്രക്ക് പരസ്പരം വിട്ടുകൊടുക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ലൈഫ് സെറ്റായി, അങ്ങനത്തെ ഒരു തിങ്ക് ആയിരിക്കും. എന്നിട്ടും അവരിങ്ങനെ ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം അവരിങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അവരെന്നല്ല, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ലീയാന്നും ഈ ഓപ്പോസിറ്റ് ഈ ഒരു ഇന്റർവ്യൂവിൽ നിൽക്കുന്നത് പാർക്കാന്നുള്ള കാര്യം ഇവർക്ക് രണ്ടാൾക്കും അറിയില്ല. അവരവർ ലവ് സ്റ്റോറിയാന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. മാത്രമല്ല ഈ ഒരു ഇന്റർവ്യൂവിലും ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും അവളെ കൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് വെറുത്തു പോയിട്ടുള്ളത്. അതായത് 2 മിനിറ്റ് മുന്നേ അവളെ എൻ്റെ ലൈഫ് എന്ന് വിചാരിച്ച ഒരുത്തനാണ് ഇത് പറയുന്നത്. അവളെ കൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് വെറുത്തു പോയി, അവളെ പോലത്തെ ഒരാളെ ഞാൻ കാണണ്ടായിരുന്നു എന്ന്. അതേ ടൈം അവളാണെങ്കിൽ പറയും അവനെ പോലത്തെ ഒരു ചെക്കൻ വന്നതുകൊണ്ടാണ് ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായത്, അവൻ എൻ്റെ ലൈഫിൽ നിന്ന് പോയത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവളും പറയുന്നുണ്ടാവുക. നിങ്ങളൊരിക്കൽ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സ്നേഹത്തോടെ നിൽക്കുന്ന ടീം അത്രയും സ്നേഹിച്ച ആളെ കൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. അങ്ങനെ ഇവരെ പ്രണയകഥ നമുക്ക് എന്നാണെന്ന് അറിയണ്ടേ, എന്നാലും മാത്രമല്ലേ ഈ ഒരു ഇന്റർവ്യൂവിലും കാര്യത്തിലൊക്കെ ഇവരെങ്ങനെ വന്നു പറ്റിയെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ 2009 സെപ്റ്റംബർ മാസത്തിലേക്ക് നമുക്ക് പോകാം. 2019 നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു ടാക്സി ഡ്രൈവർ ആയിരിക്കെ ഇവള് ഫസ്റ്റ് തന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് തന്നെ നമ്മളെ പാർക്കിനെ ആയിരിക്കും. അവനാണെങ്കിൽ ആരാന്നുള്ള കാര്യങ്ങളൊന്നും ഇവക്ക് അറിയില്ലായിരിക്കും. ഇവളെ ഏതൊരു ഫ്രണ്ട് ആയിരിക്കും ഇവനെ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. അവളാണെങ്കിൽ ഇവൻ ഭയങ്കര ഹാൻഡ്സ് ആണ്, 152 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവളോട് പിക്ക് ചെയ്യാൻ പറയുന്നുണ്ടാവുക. ഇവക്കാണെങ്കിൽ ഇവനെ കണ്ട ഒരു സ്പോട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല ഈ കുരിപ്പിനാണെങ്കിൽ ഇവനെ കാണുമ്പോൾ ഒരു ഇളക്കം ജാസ്തി ആയിരിക്കും. അങ്ങനത്തെ ഒരു കളിയായിരിക്കും കളിക്കുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ ഇവളെന്ന് ഈ ഒരു ഓവറായിട്ട് കളിക്കുന്നുള്ള രീതിയിലായിരിക്കും ഇവളെ നോക്കുന്നുണ്ടാവുക. പക്ഷെ അവളെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇവന് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവനാണെങ്കിൽ പ്രസന്റിൽ പറയുന്ന ഒരു വോയിസ് ഓവർ പോലെയായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ ഇവളെ കണ്ട ഒരു സ്പോട്ടിൽ ഇവക്ക് എങ്ങനെയാണോ ഇവന് ഇഷ്ടമായത് ആ ഒരു രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടാവുമായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ഇവളെ കൊണ്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും. നമ്മളെ പെണ്ണ് ആളൊരു ഫണ്ണി ആയിരിക്കും, പക്ഷെ അവളിങ്ങനെ ഫണ്ണി തന്നെ ആയിരിക്കും, അവളുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവുമായിരിക്കും. അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ 100 ടെൻഷൻ ഇവന്റെ തലയിലൂടെ ഇങ്ങനെ ഓടിക്കോട് നിൽക്കുന്ന ടൈമായിരിക്കും. ഇവള് പെട്ടെന്ന് പാട്ട് ഓഫ് ആക്കിയിട്ടാണെങ്കിൽ പറയാ നിനക്ക് ഈ ഒരു പാട്ട് അറിയില്ലേ, നമുക്ക് 2 ഒപ്പരം പാടാന്നെന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പാട്ടെല്ലാം പാടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവനാണെങ്കിൽ ഫസ്റ്റ് ഇവളോട് തോന്നിയത് ഒരു അട്രാക്ഷൻ മാത്രമായിരിക്കും. പക്ഷെങ്കിൽ ഓരോ നിമിഷം അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ അവളോടുള്ള പ്രണയം കൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ഈ ഒരു കാര്യം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കൂ. ഇവനാണെങ്കിൽ ഇവളെ കൊണ്ട് ചോദിക്കാൻ മടിയാണെങ്കിലും ഇവളാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും എനിക്ക് നിന്നെ കൊണ്ട് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്, നീ നിന്നെ കൊണ്ട് പറയാന്നെന്ന് പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ പറയും എനിക്കിങ്ങനെ സർഫ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിങ്ങനെ കടലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ 100 കാര്യങ്ങൾ ഇവനെ കൊണ്ട് സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവളാണെങ്കിൽ പറയും മഴ പെയ്യാൻ പോകുന്നുണ്ടെന്നാ തോന്നുന്നത്, ആ ഒരു കടലിന്റെ സൈഡിലത്തെ ആ ഒരു പീടിയെന്ന് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കുമല്ലേ എന്ന് വെറുതെ ചോദിക്കുന്ന പോലെ ചോദിക്കുക. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഹാ തോന്നുന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അവളാണെങ്കിൽ പറയും ഓ നിനക്കും അത് ഇഷ്ടമല്ലേ, എന്നാ പിന്നെ ഞാൻ റിവേഴ്സ് എടുക്കാന്നെന്ന് പറഞ്ഞിട്ട് നേരായ ഒരു കോഫി ഷോപ്പിൽ പോകുന്നുണ്ടാവുമായിരിക്കും. ഇവളെ ക്യാരക്ടർ ആണെങ്കിൽ ഇവനെ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല. ഇവനാണെങ്കിൽ ഇവളെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ എതിർത്തിട്ട് അധികം പറയാനും പറ്റുന്നുണ്ടാവില്ല. പ്രസന്റിൽ നോക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ജോയും ഒരു ആർക്കിടെക്ചർ ആയിരിക്കും. അത് മാത്രമല്ല ഈ ഒരു ജോയും പാർക്കും കസിൻ ആയത് കൊണ്ട് തന്നെ രണ്ടാളും ഒരു സ്ഥലത്തായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ റൂമിൽ വരുന്ന ടൈം ആയിരിക്കും അവന്റെ ബാക്കി കഥ പറയുന്നുണ്ടാവുക. ഇതുപോലത്തെ ക്യാമ്പിയർ കണ്ട ഇങ്ങനത്തെ ഒരു ക്യാമ്പിയർ കാണുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ അവൻ്റെ ഒരു പാസ്റ്റ് പിന്നെ ഓർമ്മ വരുന്നുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു ക്യാമ്പിയർ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇവനാണെങ്കിൽ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും. ഒരിക്കൽ ആ ഒരു കാര്യം ഇവിടെ ചെയ്യണമെങ്കിൽ എന്തൊരു ലൈസൻസ് പോലത്തെ എന്തൊരു ടെസ്റ്റാ കാര്യം ചെയ്യണമായിരിക്കും. അത് ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടും, അങ്ങനെ എന്തോ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കേണ്ടിയിട്ട് ഇവളാണെങ്കിൽ ഫുൾ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഒരിക്കൽ അവസാനം ഇതുപോലത്തെ ഒരു ഫോട്ടോ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഈ കുരിപ്പിന് ആ ഫോട്ടോ ഇഷ്ടമായിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മളെ പണ്ടാണെങ്കിൽ അതിന്റെ പുകഴ്ത്തിക്കോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവനാണെങ്കിൽ എന്താ പറയുക ആ ഒരു ക്യാമ്പിയറിൽ പോയിട്ട് സർഫൊക്കെ ചെയ്യണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നവരായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ നായ്ക്കുട്ടിയായിട്ട് അതിലൂടെ വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ അവളെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും. അവനാണെങ്കിൽ ഇവളെയും വായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഇവളൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ആ ചെക്കനാണെങ്കിൽ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പിയറിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക്. പക്ഷേ
നമ്മളെ പാർക്കാണെങ്കിൽ ലീനെ തന്നെ വായി നോക്കുന്നതുകൊണ്ട് ഇതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഇവനാണെങ്കിൽ നമ്മളെ ലീനോട് ചോദിക്കും, നമ്മളെ പാർക്കിനോട് ചോദിക്കും, എന്നാണ് നീ അവളെ തന്നെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈം പാർക്കാണെങ്കിൽ പറയും അവള് ഭയങ്കര ഫണ്ണിയാണ്, ഭയങ്കര ക്യൂട്ടും ആണെന്ന് പറയേ. അപ്പൊ ഈ ഒരു ചെക്കനാണെങ്കിൽ പറയും ഞാനും റാറ, അതായത് ഇവളെ ഫ്രണ്ടിന്റെ പേര് റാറ എന്നായിരിക്കെ, ഞാനും റാറയും ഇവിടെയുള്ള ടൈം മൊത്തം ഇവളാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പി ആക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവളെ ആണെങ്കിൽ ആരോ ഒരാൾ ഇവിടെ ഇങ്ങനെ ഡമ്പി ഉപേക്ഷിച്ചതാണെന്ന് പറയില്ലേ, ഉപേക്ഷിച്ചതാണ്. ഇവളും ഏതോ ഒരു ചെക്കന് കൂടിയിട്ട് ഇങ്ങോട്ടേക്ക്, ചെക്കനെ പെണ്ണാണെന്ന് പറയുന്നില്ല, ഏതൊരാളും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് സർഫ് ചെയ്യാൻ വന്നതായിരിക്കും. പക്ഷെ അയാളാണെങ്കിൽ ഇവളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഈ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് ഇപ്പം ആയിരിക്കും അറിയുന്നുണ്ടാവുക. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ പാർക്കിനോട് ഈ ഒരു ചെക്കൻ പറയും. പാർക്കും ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മീൻസ് എന്താ പറയുക ഡൗൺ ആവുന്നുണ്ടാവും. എന്നിട്ട് പാർക്കാണെങ്കിൽ പറയുന്നുണ്ടാവും ഒരിക്കൽ എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമായിട്ട്, എനിക്ക് ഇവളെ കൂടെ നിൽക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയുന്ന ടൈം ആ ഒരു ചെക്കനാണെങ്കിൽ പറയും ഇവളാണെങ്കിൽ മൂക്ക് മൂട്ട തിന്നു, ആ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവക്കുള്ളൂ എന്ന് പറയുന്നത്. ഇവനാണെങ്കിൽ പറയും അങ്ങനെയാണോ, എനിക്കിങ്ങനെ ഫുഡികളായിട്ടുള്ള ഗേളിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയേ. അന്നേരം ഈ ഒരു ചെക്കനാണെങ്കിൽ അവനെ നോക്കിയിട്ടാണെങ്കിൽ ചോദിക്കും എന്നാണ് നിനക്ക് അവളെ ഇങ്ങനെ എടുത്തിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ കൂട്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ടൈം ഇവനാണെങ്കിൽ പറയും നീ അവൾക്ക് നല്ലോണം ഫുഡ് കൊടുക്കുമെങ്കിൽ അവൾ നിന്റെ പിന്നാലെ തന്നെ വരും. അത് മാത്രമല്ല അവളെ നീ സൂക്ഷിക്കണം, അവളെ പിന്നാലെ തന്നെ എപ്പോൾ കുറേ നായ്ക്കളായിട്ടുള്ള പട്ടികളെ ആമ്പിളറായിട്ടുള്ള പട്ടികൾ വന്നിട്ട് മണപ്പിച്ച് പോക്കുണ്ടെന്ന് പറയുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ അപ്പൊ ഈ ഒരു ലീനെ കൊണ്ടല്ലേ സംസാരിക്കുന്നത്, ആ ഒരു നായിനെ കൊണ്ടാന്ന് തോന്നുന്നത്. ഇത്ര നേരം പറഞ്ഞത് മൊത്തം ആ ഒരു നായിനെ കൊണ്ടായിരിക്കും, നമ്മളും വിചാരിച്ചത് ആ ഒരു പെണ്ണിനെ കൊണ്ടാകുന്നതല്ലേ, പാവം നമ്മളെ പാർക്ക്. അങ്ങനെ നൈറ്റ് ആവുന്ന ടൈം നമ്മളെ റാറക്കാണെങ്കിൽ ഒരു ബാർ സെറ്റപ്പ് ഉണ്ടാവുമായിരിക്കും. അവിടെ ആണെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു പെണ്ണാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ റാറ. അവളാണെങ്കിൽ അടിപൊളിയായിട്ടായിരിക്കും ഈ ഒരു ബാർ കൊണ്ടുപോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടാവും. പെട്ടെന്നാണെങ്കിൽ അവിടെ ലൈറ്റ് മൊത്തം ഓഫ് ആവുക. സംഭവം എന്നായിരിക്കും ഇവരൊരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടാവും. നമ്മളിങ്ങനെ പറയില്ലേ, അതായത് ഇപ്പൊ കുറേ ആൾ നിന്നിട്ടുണ്ടാവും, അപ്പൊ അതിലൊരാൾ കമാൻഡ് ചെയ്യും ഇങ്ങനെ 2 പെൺപിള്ളർ 3 ആൺപിള്ളർ, അങ്ങനത്തെ ഒരു ടീം ഫോം ചെയ്യണം, അങ്ങനത്തെ ഒരു ഗെയിം ആയിരിക്കും. അങ്ങനെ അവസാനമായിട്ട് 4 ബോയ്സ് മാത്രം ആകും. ആ ഒരു ബോയ്സിന്റെ കൂട്ടത്തിൽ നമ്മളെ പാർക്കും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഇവരെ ടീം ജയിക്കാൻ നിൽക്കുന്ന ടീം അവസാനമായിട്ട് എന്താ പറയുക ഒരു പോയിന്റും കൂടി വരും. ആ ഒരു പോയിന്റിലാണെങ്കിൽ ഒരു ഗേളും ഒരു ബോയിന്നായിരിക്കും വരുന്നുണ്ടാവും. പക്ഷേ ഇവരെ കൂട്ടത്തിൽ ബോയ്സ് മാത്രം ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇതുപോലെ പിടിച്ചു വലിക്കുന്നുണ്ടാവുക. ആ ഒരു കാര്യം അവിടെയുള്ള എല്ലാവരും എൻകറേജ് ചെയ്യുവേ. അതേ ടൈം അവനാണെങ്കിൽ മനസ്സിൽ പറയൂ അവളെ കണ്ണിൽ നോക്കിയ ടൈം ഞാൻ ഫസ്റ്റ് ടൈം ആ ഒരു പ്രണയം എന്നുള്ളൊരു വികാരം കണ്ട് ആ ഒരു ടൈം ഞാൻ ഏതോ ഒരു ലോകത്തായിരുന്നു എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. കാരണം ആ ഒരു ടൈം അവൻ അവളോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. മാത്രമല്ല ഇവനാണെങ്കിൽ ഇവളെ കൈ പിടിച്ച് വലിച്ചത് കൊണ്ട് തന്നെ ഇവരായിരിക്കും ആ ഒരു ഗെയിമിലത്തെ വിന്നർ. അതുകൊണ്ട് തന്നെ അവിടെയാണെങ്കിൽ കുറേ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ഈ ഒരു കഥ ഇവൻ പറയുന്ന ടൈം ബാക്കിയുള്ള പിള്ളേർ മൊത്തം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവന്റെ കഥയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ചിട്ട് എപ്പോൾ ഡേറ്റിംഗ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആവുന്ന നമ്മളെ പെണ്ണില്ലേ, അവളായിരിക്കും ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നുണ്ടാവുക. കാരണം കിട്ടാത്ത മുന്തിരിക്ക് ഒരു പുളിപ്പ് എപ്പം കൂടുതലായിരിക്കുമല്ലോ. അല്ലല്ലോ പുകഴ്ത്തുന്ന അങ്ങനെയല്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഉപമ അങ്ങനെ വിചാരിച്ചോ. ഈ ഒരു പ്രസന്റിലാണെങ്കിൽ നമ്മളെ ചെക്കൻ പറയുന്നുണ്ട് അവർക്ക് ആ ഒരു ടൈം എനിക്ക് ജീവിക്കാൻ ഒന്നും കൂടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഒരു ലൈഫ് ജീവിക്കുന്നെന്ന്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ പെണ്ണും പറയുന്നുണ്ടാവുക. ഇവൻ ഈ ഒരു കഥ പറയുന്ന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവനെ ഇതെന്ന് മനസ്സിലാവൂലേ, അത് നമുക്കറിയില്ല കേട്ടോ. അതിപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നില്ല ഇവർക്കിത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേന്ന്. സംടൈംസ് മനസ്സിലാകുമായിരിക്കും, മനസ്സിലാകൂലായിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാവുമായിരിക്കും, നമുക്ക് പിന്നെ മനസ്സിലാവുമായിരിക്കും. അങ്ങനെ ഈ ഒരു പാസ്റ്റിൽ നമ്മളെ പിള്ളേർ രണ്ടാളും ആ ഒരു ഫയർ വർക്ക് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ നോക്കി നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അവർ രണ്ടാളും എങ്ങനെയാ പിരിഞ്ഞെന്നു ബാക്കിയുള്ള ആൾക്കാരുടെ ലവ് സ്റ്റോറിയും ഒക്കെ നമുക്ക് ആ വരുന്ന എപ്പിസോഡിൽ മനസ്സിലാക്കാം. അപ്പോൾ അധികം ഒന്നും പറയാണ്ട്